എന്താ എന്ത് വേണ അതിന്? കോപ്പിക്ക മിഠായി വേണ? അതിന് കോപ്പിക്ക മിഠായി വേണ? അത് ആണോ? എവിടെ നോക്കട്ടെ, ഇങ്ങനെ നോക്കിയേ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്നത്തെ നൈറ്റിലൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്തോ ഭയങ്കരമായിട്ടും മടി പിടിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായില്ലേ ഒരു വീഡിയോ ഒന്നും ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ആദ്യമ ഇവിടെ ഭയങ്കര ടി വി കാണുള്ള. ഇപ്പോൾ ഞങ്ങൾ ടി വി ഓൺ ചെയ്ത ആകെ ഈ ഒരു പരിപാടിയാണ് വെച്ചുകൊണ്ടിരിക്കുക. ടി വി തന്നെയാണോ? മാലയും കടിച്ചു പിടിച്ചിട്ടാണ് ടി വി കാണുന്ന. വായിക്കൈ വെക്കല്ലേ, വായിക്കൈ വെക്കല്ലേ. അത് സ്പൈഡർമാനെ പോലെ ആക്ട് ചെയ്യണേണ, സ്പൈഡർമാനെ പോലെ ചെയ്യണേണ തൂങ്ങിക്കിടക്കണ. സ്പൈഡർമാനെ പോലെ തൂങ്ങിക്കിടക്കണേണ മുന്നേ ആണ്. രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടികൾ അമ്മയും ചേട്ടയും കൂടി ആയിരുന്നു കേട്ടോ നോക്കിക്കൊണ്ടിരുന്ന അച്ഛൻ. അപ്പോൾ രാത്രിത്തേക്ക് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ചിക്കൻ കറി വെക്കുകയാണ്. അതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ അയാൾ. അമ്മ താൻ ഇവിടെ ചപ്പാത്തിക്ക് മാവ് ഇങ്ങനെ നല്ല കുഴച്ച് എടുത്തോണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അമ്മ ഇപ്പോൾ നല്ലോണം എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അമ്മക്ക് ചപ്പാത്തി ഇങ്ങനെ പരത്തി ഉണ്ടാക്കണതിനോട് വളരെ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ ഇപ്പോൾ ആൾ അതിനകത്ത് നല്ല എക്സ്പേർട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ കറിയൊക്കെ വേഗം തന്നെ റെഡിയായി. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണല്ലോ ചിക്കൻ കറി. അതായത് ബാക്കിയുള്ളത് പോലെ അല്ലല്ലോ, ചിക്കൻ കറി ആകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും. അപ്പോൾ ആ ചേട്ടൻ നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഗ്രേവിയും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല കറിയായിരുന്നു കേട്ടോ. ചേട്ട ചില സമയങ്ങളിൽ വെക്കുന്ന കറികൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും വെക്കുന്നത് ഒരേപോലെ ആയിരിക്കത്തില്ല, ഓരോ സമയം പല പല രീതിയിലായിരിക്കും വെക്കുന്നത്. ചില സമയങ്ങളിലുള്ള ടേസ്റ്റ് ആയിരിക്കത്തില്ല വേറെ സമയത്ത് ഉണ്ടാക്കുക. മസാലകളിലൊക്കെ എല്ലാം പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അയാളുടെ ഒരു വളരെ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ചിക്കൻ വറുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. 2-3 കഷ്ണം ചിക്കൻ എടുത്തിട്ട് പീസാക്കി അതും വേറെ വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചിക്കൻ കറി നല്ല ഗ്രേവിയും നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുത്തിരുന്ന സമയത്ത് എനിക്ക് മൂക്കിലോട്ട് മണമൊക്കെ അടിച്ചിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു. അങ്ങനെ ആ ചപ്പാത്തിയും റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തിയും കഴിഞ്ഞത് ചിക്കനും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. സാലഡും ഉണ്ട്. സാലഡ് എന്ന് പറഞ്ഞാൽ വലിയക്കാട്ട് സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു തക്കാളിയും ഒരു ചെറിയ സവാളയുടെ കുറച്ച് ഭാഗങ്ങളും പിന്നെ കുറച്ച് മല്ലിച്ചീരയും കൂട്ടത്തിൽ 2-3 കഷ്ണം നാരങ്ങയും കൂടിയുണ്ട്. അപ്പോൾ ചിക്കനും ചപ്പാത്തിയും അതേപോലെ ചിക്കൻ കറി വെച്ചതുകൊണ്ട് വറുത്തതുകൊണ്ട് ഒരു ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗാണ് ഇങ്ങനെ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും സാലഡൊക്കെ കൂടി കഴിക്കാൻ നേരത്ത്. അപ്പോൾ പപ്പക്ക് ആദ്യം തന്നെ വിളമ്പി കൊടുത്തു കേട്ടോ. ഫുഡ് കഴിക്കാൻ നേരത്ത് ആദ്യം ഞങ്ങളുടെ ആരുടെയെങ്കിലും മടിയിൽ കയറി ഇരിക്കുന്നുണ്ടാവും. മിക്കപ്പോഴും എൻ്റെ മടിയിൽ തന്നെ ആയിരിക്കും ഇരിക്കാറ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന വെച്ചുകൊണ്ട് നേരെ പപ്പയുടെ മടിയിലിരുന്നു. അങ്ങനെ പപ്പയുടെ മടിയിലിരുന്ന ആദ്യം അതും തോണ്ടി ഇതും തോണ്ടി ഓരോന്നൊക്കെ തിന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഹോട്ടൽ ഫുഡിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ചിക്കൻ വറുത്തപ്പോൾ അതിൻ്റെ കൂടെ അയാൾ കുറച്ച് മൊരിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചില നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, ചിക്കൻ വറുത്തതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ കുറച്ച് മൊരിയും കൂടി ഉണ്ടാവും. ചിക്കൻ എപ്പോഴും പ്ലേറ്റിലെടുക്കാൻ നേരത്ത് അത് നല്ലോണം ഗാർണിഷ് ചെയ്തിരിക്കണം എന്നുള്ളത് അയാൾക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ വറുത്തിൻ്റെ പുറത്ത് നാരങ്ങയൊക്കെ വെച്ച് കൂട്ടത്തിൽ പച്ചമുളകും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ചിട്ടാണ് ആൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിരിക്കുന്നത്. സുജിയും അമ്മയൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അമ്മയുടെ ഇരിപ്പ് കാണാൻ നല്ല രസമാണ്. ഒരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചിൻ്റെ പുറത്ത് കാലും നീട്ടി ആൾ നല്ല സുഖമായിട്ടിരിക്കും. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും മുതുകുവേദന എടുക്കാൻ തുടങ്ങും. എന്നാലും അമ്മക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആദ്യം ഇവിടെ നിലത്ത് ഓരോന്നൊക്കെ വലിച്ച് വാരിയൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവൻ എൻ്റെ പാത്രത്തിൽ നിന്ന് ഓരോന്നൊക്കെ തോണ്ടി വായിലോട്ടൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അത് തിന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ തിന്നുന്നില്ല. നമ്മൾ എന്തെങ്കിലും കൊടുത്താലും അവനത് വേണ്ട. അവൻ ഓരോന്നൊക്കെ കഴിക്കുന്നത് പോലെ കാണിക്കുമെങ്കിലും എരിവ് അല്ലെങ്കിൽ പരവശെടുക്കുന്നു, എന്തെങ്കിലും ഒരു സാധനം എരിവ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ പരവശെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആകെ ചിക്കനിൽ കടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അതും കടിച്ചുകൊണ്ടിരിക്കാനായിട്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പയുടെ പാത്രത്തിനകത്തൊരു കാലുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആള്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ശുഭരാത്രി. ബൈ.